ഹലോ എവരിവൺ, വെൽക്കം ടു ബോട്ടണി ബണ്ണി. നമ്മൾ ഈ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ ബോട്ടണി പോർഷനിൽ വരുന്ന ചില മുൻവർഷ ചോദ്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, കാനറി ഗ്രാസ് എക്സ്പെരിമെന്റ് റിലേറ്റഡ് ഹോർമോൺ ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഓക്സിൻ, ഓപ്ഷൻ ബി ഗിബർലിൻ, ഓപ്ഷൻ സി ABA, ഓപ്ഷൻ ഡി എത്തിലിൻ. കാനറി ഗ്രാസ് എക്സ്പെരിമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഓക്സിൻ ആണ്. ചാൾസ് ഡാർവിനും ഫ്രാൻസിസ് ഡാർവിനും ചേർന്നാണ് ഫോട്ടോട്രോപിക് സ്റ്റിമുലസ് ആയ ഓക്സിനെ കണ്ടുപിടിക്കുന്നത്. അത് ഡിറ്റക്ട് ചെയ്തത് ടിപ്പ് ഓഫ് ദ പ്ലാന്റിലാണ്. അവരുടെ എക്സ്പെരിമെന്റിൽ അവർ യൂസ് ചെയ്തത് കാനറി ഗ്രാസ് അഥവാ ഫെലാരിസിസ് കനാറിയൻസിസിനെയാണ്. അപ്പോൾ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ കൊളിയോപ്റ്റൈലിനെ കാണാനായിട്ട് സാധിച്ചിരുന്നു. കൊളിയോപ്റ്റൈൽ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു ഷീത്താണ്. യങ് ആയിട്ടുള്ള ഷൂട്ട് ടിപ്പിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാസിലും സീരിയൽസിലും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു ഷീത്തിനെയാണ് കൊളിയോപ്റ്റൈൽ എന്ന് പറഞ്ഞു വിളിക്കുന്നത്. ഇനി ഇവർ എക്സ്പെരിമെന്റ് ചെയ്തത് ലൈറ്റ് വെച്ചിട്ടാണ്. അങ്ങനെ ലൈറ്റിന്റെ പ്രസൻസിൽ അവർ ഈ കൊളിയോപ്റ്റൈലുള്ള സീഡ്ലിങ്ങിനെ ട്രീറ്റ് ചെയ്തപ്പോൾ അവർ ലൈറ്റിനനുസരിച്ച് ലൈറ്റിന്റെ ഡയറക്ഷനിലേക്ക് ബെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. അതിനുശേഷം അവർ ആ ടിപ്പ് ഓഫ് കൊളിയോപ്റ്റൈലിനെ അവർ കട്ട് ചെയ്ത് കളയാണ് ചെയ്തത്. അങ്ങനെ കട്ട് ചെയ്തപ്പോൾ ആ ബെൻഡിങ് അവിടെ അവർക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതിനുശേഷം അവർ ഒപ്പേക്കായ ഒരു ക്യാപ്പ് ടിപ്പിനകത്ത് പ്ലേസ് ചെയ്തു. അങ്ങനെ ചെയ്തപ്പോഴും അവർക്ക് ബെൻഡിങ് ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല. അതുവഴിയായിട്ട് മനസ്സിലായി ആ ഷൂട്ട് ടിപ്പിലാണ് ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്സിൻ എന്ന് പറയുന്നത് ഷൂട്ട് എലോങ്ങേഷനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഗ്രോത്ത് ഹോർമോൺ ആണ്. ഐഡന്റിഫൈ ദ 5 കാർബൺ കോമ്പൗണ്ട്. ഓപ്ഷൻ എ carbon dioxide, option B NADPH, option C RUBP, option D PEP. So 5 carbon compound ഇവയിൽ ഏത് എന്നുള്ളതാണ് ചോദ്യം. സോ ഓപ്ഷൻ സി RUBP ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. RUBP അഥവാ റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഒരു 5 കാർബൺ മോളിക്യൂൾ ആണ്. ഇത് കാൽവിൻ സൈക്കിളിലാണ് ഇൻവോൾവ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. കാൽവിൻ സൈക്കിളിനെ നമ്മൾ ഡാർക്ക് റിയാക്ഷൻ എന്നും പറയാറുണ്ട്. ഇത് ലൈറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫോട്ടോസിന്തസിസിൽ വരുന്ന ഒരു പ്രോസസ്സാണ്. ഇതുവഴിയായിട്ട് പലയധികം കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടന്ന് കാർബൺ ഡൈ ഓക്സൈഡും മറ്റു കോമ്പൗണ്ടുകളും റെഡ്യൂസ് ചെയ്ത് ഷുഗർ അഥവാ ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ ആണ് കാൽവിൻ സൈക്കിൾ വഴിയായിട്ട് നടക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും പെപ്പിന്റെയും അതുപോലെ NADPH ഒക്കെ കെമിക്കൽ സ്ട്രക്ചർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് ആണ് ഇതിനകത്തുള്ള 5 കാർബൺ മോളിക്യൂൾ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. other than greenhouse gas. ഓപ്ഷൻ എ കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ ബി CH4 അഥവാ മീത്തേൻ, ഓപ്ഷൻ സി നൈട്രജൻ ഡയോക്സൈഡ് അഥവാ NO2, ഓപ്ഷൻ ഡി അമോണിയം അഥവാ NH4. സോ ഈ കൂട്ടത്തിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി അമോണിയം അഥവാ NH4 ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസുകളും അതുപോലെ തന്നെ മേജർ സോഴ്സുകളും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂവൽ കമ്പഷൻ, ഡീഫോറസ്റ്റേഷൻ, സിമെന്റ് പ്രൊഡക്ഷൻ, ഇതൊക്കെയാണ് അതിന്റെ മേജർ സോഴ്സ് വരുന്നത്. ഇനി വരുന്നത് മീത്തേൻ ആണ്. മീത്തേനും ഇതുപോലെ ഫോസിൽ ഫ്യൂവൽ പ്രൊഡക്ഷൻ വഴിയായിട്ട് അഗ്രികൾച്ചർ, ലാൻഡ് ഫിൽസ് ഇതിനകത്തു നിന്നൊക്കെയാണ് കിട്ടുന്നത്. ഇനി നൈട്രസ് ഓക്സൈഡ് ഫെർട്ടിലൈസർ അപ്ലിക്കേഷൻ, ഫോസിൽ ഫ്യൂവൽ, ബയോമാസിന്റെ കമ്പഷൻ ഇതിനകത്തു നിന്നൊക്കെയാണ് കിട്ടുന്നത്. ഇനി ക്ലോറോ ഫ്ലൂറോ കാർബൺ അതുപോലെ ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ രണ്ടും എന്താണ്? റെഫ്രിജറൻസ് ആണ്. ഇനി സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് ഉണ്ട്, അത് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ വഴിയായിട്ടാണ് അതിന്റെ സോഴ്സ് വരുന്നത്. ഇനി നൈട്രജൻ ട്രൈ ഫ്ലൂറൈഡ്, അത് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് വഴിയായിട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്യുക. അടുത്തത് വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ടാക്സോണമിയുടെ ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. സോ ഓപ്ഷൻ എ ഫാമിലി, ഓപ്ഷൻ ബി സ്പീഷീസ്, ഓപ്ഷൻ സി ജീനസ്, ഓപ്ഷൻ ഡി ഓർഡർ. സോ ബേസിക് യൂണിറ്റ് ഓഫ് ടാക്സോണമി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സ്പീഷീസ് ആണ്. അതെല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു. സ്മോളസ്റ്റ് ആയ ടാക്സോൺ അഥവാ ബേസിക് യൂണിറ്റ് ഓഫ് ടാക്സോണമി എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. സോ കാറ്റഗറി ഓഫ് സയന്റിഫിക് ക്ലാസിഫിക്കേഷനിൽ ഓരോ കാറ്റഗറിനെയും നമ്മൾ എന്താ വിളിക്കുന്നത്? ടാക്സോൺ എന്നാണ് വിളിക്കുന്നത്. ഇനി ഫാദർ ഓഫ് ടാക്സോണമി നോക്കുകയാണെങ്കിൽ അതാരാണ്? കാൾ ലിനയസ് ആണ് ഫാദർ ഓഫ് ടാക്സോണമി എന്ന് പറയുന്നത്. ഇനി
സ്പീഷീസിന്റെ ഒരു കൂട്ടം, അതായത് കോറിലേറ്റഡ് ആയ ഒരു കൂട്ടം ആൾക്കാരാണ് സ്പീഷീസിൽ വരുന്നത്. അവരെല്ലാം കൂടിച്ചേരുമ്പോഴാണ് എന്തായി മാറുന്നത്? ജീനസ് ആയിട്ട് മാറുന്നത്. ഇനി ജീനസുകൾ കൂടിച്ചേർന്നിട്ടാണ് ഒരു ഫാമിലി ആയിട്ട് മാറുന്നത്. ഒരു ടാക്സോണമിക് കാറ്റഗറിയാണ്. അതിനകത്ത് ഒന്നോ അതിൽ കൂടുതലോ റിലേറ്റഡ് ആയ ജനറാസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഫാമിലീസ് കൂടിച്ചേർന്ന് ഓർഡറുകൾ കൂടിച്ചേർന്ന് ഒരു ക്ലാസ് ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ ഫൈലം ആയി മാറുന്നു. പിന്നെ കിങ്ഡം ആണ് ഏറ്റവും ഹയസ്റ്റ് ആയ ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമാലിയ എന്നൊക്കെ പറയുന്നത്. ലാർജ് empty cells found in the adaxial epidermis in grass. So വലിയ empty ആയിട്ടുള്ള സെൽസ് അഡാക്സിയൽ എപ്പിഡെർമിസ് എന്ന് വെച്ചാൽ എന്താണ്? മേൽഭാഗത്ത്, ഓക്കെ, ലീഫിന്റെ മേൽഭാഗത്ത് കാണാൻ സാധിക്കുന്ന ലാർജ് ആയ empty ആയ സെല്ല് ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതും ഗ്രാസിലാണ് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നത്. സോ ഓപ്ഷൻ എ ലെൻഡിസെൽ, ഓപ്ഷൻ ബി പുള്ളിഫോം, ഓപ്ഷൻ സി സബ്സിഡിയറി സെൽ, ഓപ്ഷൻ ഡി മീസോഫിൽ സെൽ. സോ ലാർജ് ആയ empty ആയ സെൽസ് അഡാക്സിയൽ എപ്പിഡെർമിസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓപ്ഷൻ ബി ബുള്ളിഫോം സെൽസിനെയാണ്. ബുള്ളിഫോം സെൽസ് അഥവാ മോട്ടർ സെൽസ് എന്ന് പറയുന്നത് ഹ്യൂജ് ആയ ബബിൾ ഷേപ്പുള്ള എപ്പിഡെർമൽ സെല്ലുകളാണ്. ഇവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടോപ്പ് സർഫസ് ഓഫ് ലീഫിലാണ്, അതും മോണോകോട്ടുകളിലാണ്. മോണോകോട്ട് എന്ന് പറയുമ്പോൾ പൊതുവെ ഗ്രാസസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഡാക്സിയൽ സർഫസ്, അതായത് ടോപ്പ് സർഫസ് ഓഫ് ദ ലീഫിലാണ്, ലീഫിന്റെ മേൽഭാഗത്താണ് കാണാൻ സാധിക്കുന്നത്. പൊതുവെ ഇവരെ കാണാൻ സാധിക്കുന്നത് മിഡ് വെയിനിലാണ്. നമുക്കറിയാം അല്ലേ, ലീഫ് എന്ന് പറയുമ്പോൾ അതിനൊരു വെയിൻ ലൈക്ക് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഈ മിഡ് വെയിൻ പോർഷനിലാണ് നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കുന്നത്? ഈ പറയുന്ന ബുള്ളിഫോം സെൽസിനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവർ ഭയങ്കര ലാർജ് ആണ്, വൈറ്റ് ആണ്, അതുപോലെ കളർലെസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇവിടെ നമുക്ക് പിക്ചറിൽ കാണാം, ഇതാണ് ബുള്ളിഫോം സെൽസ് എന്ന് പറയുന്നത്. റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയ ആർ കോൾഡ് ഓപ്ഷൻ എ ബാസിലൈ, ഓപ്ഷൻ ബി വിബ്രിയോസ്, ഓപ്ഷൻ സി ആക്ടിനോമൈസീറ്റ്സ്, ഓപ്ഷൻ ഡി കോക്കായി. സോ റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയനെ നമ്മൾ വിളിക്കുന്നത് ഓപ്ഷൻ ഡി കോക്കായി എന്നാണ്. അപ്പോൾ ബാക്ടീരിയനെ നമുക്ക് പല ഷേപ്പിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. റൗണ്ട് ഷേപ്പ് അഥവാ സ്പെറിക്കൽ ഷേപ്ഡ് ആയിട്ടാണ് നമുക്ക് കോക്കായി ബാക്ടീരിയനെ കാണാൻ സാധിക്കുന്നത്. റോഡ് ഷേപ്പിലാണ് നമുക്ക് ബാസിലസ് ആയിട്ടുള്ള ബാസിലൈ ബാക്ടീരിയനെ കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ സ്പൈറൽ ഷേപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ബാക്ടീരിയാസിനെ. അപ്പോൾ സ്പെറിക്കൽ ഷേപ്പിന് എക്സാമ്പിൾ ആണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്നത്. അവരുണ്ടാക്കുന്ന ഡിസീസ് ആണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ഇനി അതുപോലെ സ്റ്റെഫൈലോകോക്കസ് എറിവസ് ആണ് സൈനസ് ഇൻഫെക്ഷൻസ്, ഫുഡ് പോയ്സണിങ് ഒക്കെ ഉണ്ടാക്കുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത്. ആന്ത്രാക്സ് കോസ് ചെയ്യുന്നതാണ് റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാസിലസ് ആന്ത്രാസിസ് എന്ന് പറയുന്നത്. അതുപോലെ ടൈഫോയിഡ് കോസ് ചെയ്യുന്നതാണ് സാൽമോണെല്ല എൻട്രിക്ക എന്ന് പറയുന്നത്. ബോട്ടുലിസം എന്ന് പറയുന്ന ഡിസീസിന് റെസ്പോൺസിബിൾ ആയ ബാക്ടീരിയ ആണ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന് പറയുന്നത്. ഇനി അതേപോലെ സ്പെറിക്കൽ ഷേപ്പിൽ നമുക്ക് അധികം ബാക്ടീരിയാസ് ഉണ്ട്. വിബ്രിയോ കോളറെ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് കോളറ ഉണ്ടാക്കുന്നത്. അതുപോലെ സ്റ്റൊമക്കിൽ അൾസേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ് ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്നത്. അതുപോലെ സ്കൈഫിൽസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബാക്ടീരിയ ആണ് ട്രിഫോണീമ പാലിഡം എന്ന് പറയുന്നത്. ഇങ്ങനെ പല ബാക്ടീരിയാസും ഉണ്ട്. പല ബാക്ടീരിയയും പല ഡിസീസും ഹ്യൂമണിൽ ഉണ്ടാക്കുന്നുണ്ട്. The main chemicals in air pollution that cause acid rain. So acid rain റെസ്പോൺസിബിൾ ആയ കെമിക്കൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ, ഓപ്ഷൻ ബി സൾഫർ ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ, ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ് ആൻഡ് സൾഫർ, ഓപ്ഷൻ ഡി നൈട്രജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. സോ ഫസ്റ്റ് ഓപ്ഷൻ എ ആയ സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ആണ് ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇവരാണ് ആസിഡ് റെയിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കെമിക്കൽസ് എന്ന് പറയുന്നത്. ആസിഡ് റെയിൻ എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ ആണ് that begins when compounds like sulfur dioxide, nitrogen dioxide released into air. So എയറിലേക്ക് നൈട്രജൻ ഡയോക്സൈഡുകൾ അതുപോലെ സൾഫർ ഡയോക്സൈഡുകളൊക്കെ റിലീസ്ഡ് ആവുമ്പോൾ സംഭവിക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ദൂരത്തിൽ എത്തിച്ചേരുകയും അവിടെ വെച്ച് വെള്ളം, ഓക്സിജൻ അതുപോലെ മറ്റ് കെമിക്കൽസ് ഒക്കെ ആയിട്ട് കൂടിച്ചേർന്ന് മിക്സായി റിയാക്ഷൻ നടന്ന് കുറച്ചുകൂടെ അസിഡിക് പൊല്യൂട്ടന്റുകളായിട്ട് മാറുകയും അതുവഴിയായിട്ട് ആസിഡ് റെയിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബാക്ടീരിയ വിച്ച് റിക്വയർ ഓക്സിജൻ ഫോർ ദെയർ ഗ്രോത്ത്. സോ ഓപ്ഷൻ എ എയറോബിക് ബാക്ടീരിയ, ഓപ്ഷൻ ബി carboxyphilic bacteria, option C anaerobic bacteria, option D obligate anaerobes. So option A aerobic bacteria ആണ്. ഓക്സിജൻ വേണ്ട ആവശ്യമുള്ള അവിടെ വളർച്ചയ്ക്ക് ഓക്സിജൻ ആവശ്യമുള്ള ബാക്ടീരിയ നമ്മൾ എന്ത് വിളിക്കും? എയറോബിക് ബാക്ടീരിയ എന്നാണ് വിളിക്കുന്നത്.
എയറോബിക് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അവർക്ക് ഓക്സിജന്റെ പ്രസൻസിലാണ് ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ വളരാനായിട്ടും അവർക്ക് എന്ത് വേണം? ഓക്സിജൻ വേണ്ടതായിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്, അതുപോലെ സ്യൂഡോമോണസ് എറുജിനോസ, അതുപോലെ ബാസിലസ്, നൊക്കാർഡിയ ആസ്ട്രോയിഡ്സ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എയറോബിക് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. അതേസമയം എനേറോബിക് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഓക്സിജന്റെ ഒന്നും ആവശ്യമില്ല വളർച്ചയ്ക്കൊന്നും. Which of the following is an example of an enriched media? So ഇതിനകത്ത് ഏതാണ് enriched media എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ മാക്കോൺകി അഗാർ, ഓപ്ഷൻ ബി ന്യൂട്രിയന്റ് അഗാർ, ഓപ്ഷൻ സി പെപ്റ്റോൺ വാട്ടർ, ഓപ്ഷൻ ഡി സെലിനേറ്റ് എഫ് ബ്രോത്ത്. സോ enriched media എന്ന് പറയുന്നതിനകത്ത് ഓപ്ഷൻ എ മാക്കോൺകി അഗാർ ആണ്. അപ്പോൾ enriched media എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കുറേ ന്യൂട്രിയൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ആ ഓർഗാനിസത്തിന്റെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ന്യൂട്രിയൻസ് ആണ് enriched മീഡിയയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ഇതിനകത്ത് കൾച്ചർ ചെയ്തെടുക്കുന്നത് മോർ ഫാസ്റ്റീഡിയസ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയാണ്. ഫാസ്റ്റീഡിയസ് ഓർഗാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഗാനിസത്തിനെ അത്ര ഈസി ആയിട്ട് ലബോറട്ടറി കണ്ടീഷനിൽ വളർത്താനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കോംപ്ലക്സ് ആയ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് ആണ് ഉണ്ടാവുക. കാരണം അവർ ഭയങ്കര സ്പെസിഫിക് ആണ്. എൻവയോൺമെന്റൽ കണ്ടീഷനും അവരുടെ റിക്വയർമെന്റ്സ് ഒക്കെ കുറച്ച് സ്പെസിഫിക് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ എന്ത് ചെയ്യുന്നത്? എൻറിച്ച്ഡ് ആയ മീഡിയയിൽ വളർത്തുന്നത്. അങ്ങനെയാണ് ഇവരെ കൾച്ചർ ചെയ്തെടുക്കുന്നത്. അങ്ങനെ എൻറിച്ച്ഡ് ആയ മീഡിയയ്ക്ക് എക്സാമ്പിൾ ആണ് മാക്കോൺകി അഗാർ, ബ്ലഡ് അഗാർ, അതുപോലെ ചോക്ലേറ്റ് അഗാർ ഒക്കെ വരുന്നത്. എൻറിച്ച്ഡ് മീഡിയ വേഴ്സസ് എൻറിച്ച്മെന്റ് മീഡിയ നമ്മളൊരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയുമ്പോൾ ആ മീഡിയത്തിനകത്തുള്ള ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വെറൈറ്റി ഓഫ് ഓർഗാനിസത്തിന്റെ വളർച്ചയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് അവരുടെ ന്യൂട്രീഷൻ ഉണ്ടായിരിക്കുക. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഫാസ്റ്റീഡിയസ് ഓർഗാനിസംസ് ഓൾസോ. ഇനി എൻറിച്ച്മെന്റ് മീഡിയ നോക്കുകയാണെങ്കിലോ എൻറിച്ച്മെന്റ് മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു ലിക്വിഡ് മീഡിയ ആണ്. ഇത് അൺവാണ്ടഡ് ആയ ബാക്ടീരിയയുടെ വളർച്ചയെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എൻറിച്ച്ഡ് മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വെറൈറ്റി ഓഫ് മൈക്രോ ഓർഗാനിസത്തിന്റെ വളർച്ചയാണ് എൻറിച്ച്ഡ് മീഡിയയിൽ നടത്തുന്നത്. അതേസമയം എൻറിച്ച്മെന്റ് മീഡിയയിൽ നോക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിന്റെ വളർച്ച മാത്രമാണ് എൻറിച്ച്മെന്റ് മീഡിയയിൽ നടക്കുന്നത്. ഇനി എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയുന്നത് ഒരു സോളിഡ് മീഡിയ ആണ്. ഇനി എൻറിച്ച്മെന്റ് മീഡിയ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ലിക്വിഡ് മീഡിയം ആണ്. ഇനി എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് കൂടുതലായിട്ട് നമുക്ക് എഗ് യോക്ക്, ബ്ലഡ് സെറം ഇതിനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം എൻറിച്ച്മെന്റ് മീഡിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് കാണാൻ സാധിക്കുന്നത് ആന്റിബയോട്ടിക്സ്, ഡൈസ്, കെമിക്കൽസ്, അതുപോലെ ഓൾട്ടേർഡ് ആയ pH സിറ്റുവേഷൻസ് ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇനി എൻറിച്ച്ഡ് മീഡിയയിൽ ഫാസ്റ്റീഡിയസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ആണ് നമ്മൾ പറഞ്ഞിരുന്നു. ഇതേസമയം എൻറിച്ച്മെന്റ് മീഡിയയിൽ എന്താണ്? അൺവാണ്ടഡ് ആയിട്ടുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ കണ്ടാമിനേറ്റിംഗ് ബാക്ടീരിയ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ വളർച്ചയെയൊക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി എൻറിച്ച്ഡ് മീഡിയയുടെ എക്സാമ്പിൾ ആണ് ബ്ലഡ് അഗാർ, ചോക്ലേറ്റ് അഗാർ, അതുപോലെ മാക്കോൺകി അഗാർ എന്നൊക്കെ പറയുന്നത്. ഇൻ എൻറിച്ച്മെന്റ് മീഡിയയുടെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നതാണ് സെലനേറ്റ് എഫ് ബ്രോത്ത്, ടെട്രാ തയോണേറ്റ് ബ്രോത്ത്, ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ. ഇതൊക്കെ എന്താണ്? എൻറിച്ച്മെന്റ് മീഡിയയുടെ എക്സാമ്പിൾസ് ആണ്. ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി. സോ ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി ആര് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ റോബർട്ട് കോച്ച്, ഓപ്ഷൻ ബി ജോസഫ് ലിസ്റ്റർ, ഓപ്ഷൻ സി എഡ്വേർഡ് ജെന്നർ, ഓപ്ഷൻ ഡി ലൂയിസ് പാസ്റ്റർ. സോ ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ലൂയിസ് പാസ്റ്ററിനെയാണ്. ആന്റൺ വാൻ ല്യൂവൻഹോക്ക് ആണ് ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ഹോം മെയ്ഡ് ആയ മൈക്രോസ്കോപ്പുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ വേൾഡ് നമുക്ക് വെളിപ്പെടുത്തിയത്. ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്ന ഫ്രഞ്ച് ബയോളജിസ്റ്റിനെയാണ് ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. ജൂനിയർ ലാബ് അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഡൗട്ട്സ്, നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മി യുവർ ബണ്ണി സൈനിങ് ഓഫ്. താങ്ക് യു.